നമ്മുടെ നഗരങ്ങളെ ഭീതിയുടെ നിഴലിലാഴ്ത്തുന്ന അതീവ ഗൗരവകരമായ ഒരു വാർത്തയിലേക്കാണ് നാം ഇപ്പോൾ നോക്കുന്നത്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെയും കാലിഫോർണിയയിലെയും തെരുവുകളെ ശവപ്പറമ്പുകൾക്ക് സമാനമാക്കിയ മനുഷ്യനെ വെറും ജീവച്ഛവങ്ങളാക്കി മാറ്റുന്ന സോംബി ഡ്രഗ് ഇന്ത്യയിലും എത്തിയോ? IT നഗരമായ ബംഗളൂരുവിൽ നിന്നുള്ള ഒരു വൈറൽ വീഡിയോ ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. സോംബി ഡ്രഗ് എന്നറിയപ്പെടുന്ന സെലാസിൻ ഉപയോഗിച്ചതിനെ തുടർന്ന് വഴിയോരത്ത് ചലനമിട്ട് നിൽക്കുന്ന യുവാവിന്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ മാരകമായ പിടിയിലേക്ക് നമ്മുടെ യുവതലമുറയും വൻ നഗരങ്ങളും അതിവേഗം വീണു പോകുന്നുവോ എന്ന ചോദ്യമാണ് ഈ വീഡിയോ ഉയർത്തുന്നത്. ഇതിനോടകം തന്നെ പട്നയിലും പഞ്ചാബിലും സമാനമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗളൂരുവിലെ ബാംഗ്ലൂരിൽ നിന്നും ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു പ്രമുഖ കോളേജിന് സമീപം വഴിയോരത്ത് യാതൊരു ചലനവുമില്ലാതെ മുന്നോട്ട് വളഞ്ഞുകുത്തി നിൽക്കുന്ന ഒരു യുവാവിനെയാണ് വീഡിയോയിൽ കാണുന്നത്. മണിക്കൂറുകളോളം ഇതേ അവസ്ഥയിൽ പരിസരബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിൽ അയാൾ നിൽക്കുന്നത് കണ്ട നാട്ടുകാർ ഭീതിയോടെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ശ്വസിക്കുന്നുണ്ടെന്നൊഴിച്ചാൽ ഒരു ജീവനുള്ള മനുഷ്യന്റെ യാതൊരു ലക്ഷണങ്ങളും അയാളിൽ കാണാനില്ലായിരുന്നു. അമേരിക്കയിലെ സോംബി തെരുവുകളിൽ ലഹരിക്ക് അടിമപ്പെട്ടവർ എപ്രകാരമാണോ ചലനമിട്ട് നിൽക്കുന്നത് അതിന്റെ തനി പകർപ്പായിരുന്നു ഈ ദൃശ്യങ്ങൾ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നതോടെ യഹലങ്ക പോലീസ് സംഭവത്തിൽ സ്വമേധയാ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ പങ്കുവച്ച വ്യക്തിയോട് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ പോലീസ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇത് വെറുമൊരു മയക്കുമരുന്നല്ല, മറിച്ച് മനുഷ്യന്റെ നാഡീവ്യൂഹത്തെ പൂർണ്ണമായും തളർത്തുന്ന മാരകമായ സൈലാക്സിൻ എന്ന രാസലഹരിയുടെ ഫലമാണെന്നാണ് പ്രാഥമിക നിഗമനം. ബംഗളൂരുവിൽ നിന്നുള്ള ഈ ഭയപ്പെടുത്തുന്ന വീഡിയോ നമ്മുടെ നഗരങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കുതിരകളെ മയക്കാൻ ഉപയോഗിക്കുന്ന സെലാസിൻ, ഫെന്റനൈൽ തുടങ്ങിയ വീര്യമേറിയ ലഹരി മരുന്നുകൾ നമ്മുടെ നാട്ടിലെ യുവാക്കളിലേക്ക് എത്തുന്നു എന്നത് അതീവ ഗൗരവകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതിന് പിന്നിലെ വിതരണ ശൃംഖലയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ ബംഗളൂരു പോലീസ്. ബംഗളൂരുവിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പട്നയിലെ തിരക്കേറിയ തെരുവുകളിലും പഞ്ചാബിലെ ഗ്രാമപ്രദേശങ്ങളിലും ലഹരിക്ക് അടിമപ്പെട്ട് ശിലാസദൃശ്യമായി നിൽക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അമേരിക്കയിലെ തെരുവുകളെ ശവപ്പറമ്പുകൾക്ക് സമാനമാക്കിയ അതേ ലഹരി വസ്തു തന്നെയാണോ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലേക്കും പടരുന്നത് എന്ന സംശയത്തിലാണ് നെറ്റിസൺസ്. എന്താണ് ഈ സോംബി ഡ്രഗ്? മൃഗഡോക്ടർ കുതിരകൾക്കും കന്നുകാലികൾക്കും മയക്കാൻ ഉപയോഗിക്കുന്ന സെലാസിൻ എന്ന മയക്കുമരുന്നാണിത്. മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ ഹൃദയമിടിപ്പും ശ്വസനവും അപകടകരമായ രീതിയിൽ കുറയുന്നു. ലഹരി ഉപയോഗിച്ചവർ മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് നിൽക്കുന്നതും പരിസരബോധമില്ലാതെ പെരുമാറുന്നതും ഇതിന്റെ പാർശ്വഫലങ്ങളാണ്. ഇതിലും ഭയാനകമായ കാര്യം, സെലാസിൻ ഉപയോഗിക്കുന്നവരുടെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവുകയും മാംസം അഴുകിപ്പോവുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ മാംസം തിന്നുന്ന മരുന്ന് അഥവാ സോംബി ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ബംഗളൂരു ഉടുത്ത ബംഗളൂരു ആയി മാറുകയാണ് എന്ന ആശങ്കയോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഒരു തലമുറയാകെ ജീവച്ഛവങ്ങളാക്കി മാറ്റുന്ന ഒരു മാരക വിപത്ത് തടയാൻ പോലീസിനും നാർക്കോട്ടിക് സെല്ലും അതീവ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യം ശക്തമാണ്. സെലാക്സിൻ ചേർത്ത മയക്കുമരുന്നുകൾ മറ്റ് ലഹരി വസ്തുക്കളുമായി കലർത്തി വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബംഗളൂരുവിലെ വൈറൽ വീഡിയോ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുന്നില്ലെന്നാണ് നെറ്റിസൺ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയിലാണ് സൈബർ ലോകം. കേവലം ഒരു നഗരത്തിൽ ഒതുങ്ങുന്നതല്ല ഈ വിപത്തെന്നും ബീഹാർ, ഛത്തീസ്ഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ വീഡിയോകൾ പുറത്തു വന്നത് ഇതിന്റെ ഒരു വലിയ ശൃംഖലയാണ് സൂചിപ്പിക്കുന്നതെന്നും നെറ്റിസൺ ആശങ്കപ്പെടുന്നു. മാതാപിതാക്കളും യുവാക്കളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രധാന മുന്നറിയിപ്പ്. ലഹരി ഉപയോഗത്തിന് പിന്നാലെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ഈ ലഹരി മരുന്ന് മറ്റുള്ള ലഹരി മരുന്നുകളെക്കാൾ അതീവ തീവ്രവും അപകടകരവുമാണ്. സംഭവം ഗൗരവകരമായി എടുത്ത പോലീസ് ബംഗളൂരുവിലെ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പരിശോധനകൾ കർശനമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാരക ലഹരി വ്യാപിക്കുന്നത് തടയാൻ പോലീസിനോടൊപ്പം തന്നെ പൊതുജന ശ്രദ്ധയും സഹകരണവും അനിവാര്യമാണ്.